ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പുതിയൊരു സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കണം. അപ്പോൾ ഇതാണ് വാച്ചിൻ്റെ ബോക്സ് വരുന്നത്. വാച്ചിൻ്റെ പേര് വരുന്നത് ഫയർബോൾട്ട് ബ്ലൂടൂത്ത് കോളിംഗ് ഫോൺ മാക്സ് പ്രോ എന്നാണ് ഈ ഒരു വാച്ചിൻ്റെ പേര് വരുന്നത്. വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ 35 ഇഞ്ച് 0.3 mm 1.39 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡിയെല്ലാം വരുന്നത് മെറ്റൽ ബോഡിയാണ്. പിന്നെ ഇതിലുള്ളത് HPO2 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹാർട്ട് റേറ്റിംഗ് വരുന്നുണ്ട്. 1 to 3 സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നുണ്ട് ഇതിൽ. അതേപോലെ തന്നെ സ്ലീപ്പിംഗ് മോഡ് വരുന്നുണ്ട്. അതേപോലെ സ്റ്റാർട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ക്യാമറ മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാച്ചിൻ്റെ അകത്ത് വാച്ച് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. IP6 വാട്ടർ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ അപ്ഡേറ്റ് നോട്ട് വരുന്നുണ്ട്. ഈ ഒരു വാച്ചിൻ്റെ വില വരുന്നത് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ 1999 രൂപയാണ്. ഞാൻ വാങ്ങിയത് 1500 രൂപയ്ക്കാണ്. അപ്പോൾ ഈ ഒരു വാച്ചിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാണ്, വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങാം. ഇതിന് ഇങ്ങനെ ഒരു ബോക്സിൽ ഫയർ ബോൾട്ട് എഴുതിയിട്ടുള്ള ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് വാച്ച് ഓപ്പൺ ചെയ്ത് ഇത് യൂസ് ചെയ്തിട്ട് പോലും കുറേ ദിവസമായി. ഞാൻ ഇതിലുള്ള എല്ലാം കാണിച്ചു തരാം. അപ്പോൾ വാച്ച് വരുന്നത് ഇതാണ് വാച്ച് വരുന്നത്. ഇതാണ് വട്ടത്തിലുള്ളത്. ഇതിൻ്റെ സ്ക്വയർ ഷേപ്പുണ്ട്, റൗണ്ട് ഷേപ്പുണ്ട്. ഞാൻ റൗണ്ട് ഷേപ്പാണ് എടുത്തത്. പിന്നെ ഇതിൽ വരുന്ന ആപ്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ അതിൽ മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് തുടങ്ങിയ കുറേ ഇതുകളുണ്ട്. കുറേ ആപ്സും കുറേ കാര്യങ്ങളും ഇതിലുണ്ട്. സെറ്റിങ്സ് വരെ ഇതിൽ ഉണ്ട്. അപ്പോൾ ബാക്കി ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഈ വാച്ചിലല്ല ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതേപോലത്തെ ഒരു കേബിൾ വരുന്നുണ്ട്. ബാക്കിൽ USB പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു പിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ബാക്കിയുള്ളത് നോക്കാം. ഈ ബോക്സിൽ ബാക്കി വരുന്നത് എന്ന് പറയുന്നത് യൂസർ മാനുവലും പിന്നെ 2-3 കാർഡ്സുമാണ്. ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് നമുക്ക്. അതിൽ യൂസർ മാനുവൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. യൂസർ മാനുവലിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഫോൺ എങ്ങനെ കണക്ട് ചെയ്യാം അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിയ ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ യൂസർ മാനുവൽ എടുത്ത് നോക്കിയാൽ മതി. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഫയർ ബോൾട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഇന്ത്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു കാർഡ് 1 ഇയർ വാറണ്ടിന്ന് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അത് പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2-3 കാർഡ്സുകളാണ് ഇതിലുള്ളത്. പിന്നെ ഉള്ളത് ഫ്രീ ആയിട്ടൊരു മൂവി ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ ഇവർ പറയുന്നു. എനിക്കറിയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റില്ലോ. പിന്നെ ഈ ഒരു കാർഡിൽ വേറെ എന്തോ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല. വീഡിയോ അധികം ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വായിക്കുന്നില്ല. അപ്പോൾ ഇതാണ് വാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം 100 ആൾക്കാരധികം
എത്താൻ ആയിട്ടുണ്ട്. വീഡിയോ 100 പേര് കാണാനെത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വാച്ചിൻ്റെ ആപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതെൻ്റെ ഉമ്മയുടെ ഫോണാണ്. ആ ആപ്പ് എടുത്ത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അലവ് വരും. ഈ അലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അലവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആപ്പിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങൾ, ജിമ്മ് അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇവിടെയും കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ വാൾപേപ്പർ മാറ്റാം. ഇതിലിപ്പോൾ എത്ര % വരെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, 100%. പിന്നെ അതേപോലെ തന്നെ അത് നമ്മുടെ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് വീഡിയോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രത്തോളമാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെന്താ എന്തെങ്കിലും കുഞ്ഞു സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ളൊരു റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇന്നലത്തെയും അതേ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് മുതൽ ഒരു കുഞ്ഞു വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നീട് ഒരു വലിയ വീഡിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജൂൺ 1-ാം തീയതി നമ്മൾ എൻ്റെ ഉമ്മയുടെ ശ്രീശക്തിയിൽ നിന്ന് നമ്മൾ ടൂർ പോകുന്നത് എവിടേക്കാണ്, എല്ലാം വഴിയെ പുറകെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പുറകെ വരും. അപ്പോൾ നാളെ വീണ്ടും ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്താ പറയുക, ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ എടുത്ത് കണ്ടിരുന്നു. ഇന്നലത്തെ വീഡിയോ ഞാൻ ഫുള്ളും കണ്ടു. ആ ഒരു വീഡിയോ ഞാൻ ഫുള്ളും കണ്ടു. ഞാൻ സന്തോഷവാനായി. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇനിയും വേണം നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് കാണുന്നത് വരെ ഇസ്മി ഫഹദ് ടെക് ഫോർ ബ്ലോഗ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനലിൻ്റെ പേര് ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്, ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മാക്സിമം പേരിലേക്ക് അയച്ചു കൊടുക്കുക. പുതിയ വാച്ച് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ അവസാനമായിട്ടൊരു വാച്ച് കാണിക്കേണ്ട, നിങ്ങൾക്ക് കണ്ടില്ലെന്നറിയില്ല. സത്യം പറയാല്ല, നമ്മൾ പുതിയ ഐറ്റംസ് വാങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. എത്ര കാശ് കൊടുത്ത് വാങ്ങിയാലും കിട്ടാത്തൊരു സംഭവം നമ്മൾ വലിയ തുക കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നലെ ഒരാൾ ഞാൻ ചെയ്ത വീഡിയോയുടെ അടിയിൽ ഒരു ബിഗ് കമൻറ്റ് വന്നിട്ടുണ്ടാവും. കമൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.